പത്നീച്ചയാണ്, നിങ്ങളുടെയും പത്നീച്ചയാണ്. എൻ്റെ അച്ഛനൊരിക്കലും ശപിക്കില്ല. അച്ഛനറിയാം ഞാൻ അത്രമാത്രം സഹിച്ച ഒരാളാണ്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കളാണ്. ഇനി മുഖ്യമന്ത്രിമാരുടെ മക്കൾ വരും, പേടിക്കണ്ട. അതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടാണ് എന്നുള്ളതെന്നുള്ള ആരും വിചാരിക്കേണ്ട. പാർട്ടിക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും പ്രവർത്തിക്കാൻ എനിക്കിഷ്ടമാണ്. ബന്ധങ്ങളുണ്ട്, വ്യക്തിബന്ധങ്ങളാണ് ഞാൻ കൂടുതൽ കൊണ്ടു നടത്താറ്. എന്തുകൊണ്ടാണ് PC ജോർജ് ഏട്ടൻ എന്നെ കുറ്റം പറയാത്തത്? വേറെ പറഞ്ഞില്ല എന്നെ പറയാത്തത്, കാരണം എന്നെ അത്ര ഇഷ്ടമാണ്. അപ്പൊ ആരോ പറഞ്ഞു PC ജോർജ് സാറിനെ നല്ലത് പറയിപ്പിക്കാൻ വേറെ ആർക്കും പറ്റില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ല, എനിക്ക് അദ്ദേഹത്തിന് ഒരു മൂത്ത സഹോദരനെ പോലെ ഇഷ്ടമാണ്. ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നവർക്ക് ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ഞാൻ അതാണ് അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യക്തിബന്ധങ്ങളാണ് നമ്മളെ രാഷ്ട്രീയ ആയാലും എന്തായാലും വ്യക്തിബന്ധങ്ങൾ പ്രധാനമാണ് നമുക്ക്. അതുകൊണ്ട് ആ വ്യക്തിബന്ധങ്ങളും എനിക്കുള്ള ചെറിയ കഴിവുകളും, വലിയ കഴിവെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഇപ്പം 7 ദിവസമായി എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ കഴിവില്ലാത്തതാണെങ്കിൽ എന്നെ എന്തിനാ ചീത്ത പറഞ്ഞ എന്നെ വിട്ടൂടെ? എന്നെ അങ്ങനെ ദിവസം കാരണം ഉണ്ടാക്കി ചീത്ത പറയും. ഈ പറയുന്ന ആളുകളാണ് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അറിയാം, നിങ്ങൾ ഏതാളാണ് എനിക്കെതിരെ കൂടുതൽ പറയുന്നതെന്ന് നോക്കുമ്പോൾ അവരാണ് എന്നെ പുറത്താക്കിയതിന്റെ പിന്നില്. അതിന്റെ കാര്യം എന്തെങ്കിലും ഞാൻ ഇത് തുറന്നു പറയാണ്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോവില്ല. അല്ലെങ്കിൽ അന്നൊക്കെ എല്ലാവരും വിചാരിച്ച എല്ലാ ചവിട്ടുമുത്തും കൊണ്ട് ഞാനവിടെ കിടക്കുന്നു. അതില്ലാന്ന് മനസ്സിലായല്ലോ. അപ്പൊ എന്തെങ്കിലും തുറന്നു പറയാനുള്ള മനസ്സെനിക്കുണ്ട്. അത് പറഞ്ഞിട്ടേ ഞാൻ ഈ ഭൂമിയുടെ ഉള്ളിൽ അങ്ങേ ലോകത്ത് പോയ എനിക്ക് മോശം കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത്രയും ചതികൾ സഹിച്ചത്. എൻ്റെ അച്ഛൻ സങ്കടപ്പെട്ടും കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിൽ പോയത്. എത്രമാത്രം അപമാനം എൻ്റെ അച്ഛൻ സഹിച്ചതെന്ന് എനിക്കറിയാം. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛനൊരിക്കലും ശപിക്കില്ല. അച്ഛനറിയാം ഞാൻ അത്രമാത്രം സഹിച്ച ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുഗ്രഹവും സഹായവും മനസ്സുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്നമാതിരി ഈ പാർട്ടിക്ക് ഞാൻ തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും ഞാൻ പ്രചരണത്തിനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ തീർച്ചയായിട്ടും നിങ്ങൾ അനിൽ ആന്റണിയെ ജയിപ്പിക്കണം. അനിൽ ആന്റണിക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞവരോട് എനിക്കൊരു ഉത്തരവ് പറയാനുള്ളൂ. ഈ ഞങ്ങൾ രണ്ടുപേരും രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കളാണ്. ഇനി മുഖ്യമന്ത്രിമാരുടെ മക്കൾ വരും, പേടിക്കണ്ട. അടുത്ത് കുറേ പേര് നിൽക്കുന്നുണ്ട്. ഈ ഞങ്ങൾ കുടുംബത്തിൽ ഇപ്പോൾ KK ആന്റണി ആണെങ്കിലും K കരുണാകരനാണെങ്കിലും വീട്ടില് രാഷ്ട്രീയക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ കണ്ടു പഠിച്ചത് വീട്ടിലെ രാഷ്ട്രീയമാണ്. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ പിതാവ് MLA ആണ്. പിന്നെ 5 വയസ്സിൽ ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി എല്ലാം ഇതുണ്ട്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് ഈ പാർട്ടിയിലേക്ക് വരുമ്പോൾ എനിക്ക് പ്രവർത്തിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം മാത്രം തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എല്ലാ ഉയർച്ചയ്ക്കും ഒരു പതനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടാണ് എന്നുള്ളതെന്നുള്ള ആരും വിചാരിക്കേണ്ട. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഒരാളായിട്ട് ഞാനുണ്ടാവും. ഞാൻ പറയും 30 വയസ്സ് 90 വയസ്സുകാരുടെ പത്നീച്ചയാണ്, നിങ്ങളുടെയും പത്നീച്ചയാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിൽ വന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലൊരാളായി എന്നെ അംഗീകരിക്കണമെന്ന് മാത്രം പറയുന്നുണ്ട്. അനിൽ ആന്റണിയെ ജയിപ്പിക്കണം, അതെൻ്റെ അനിയനാണ് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. നന്ദി.